സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ. കണ്ണൂർ തളാപ്പിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 4 കിലോമീറ്റർ അകലെയുള്ള തളാപ്പ് ക്ഷേത്രത്തിനടുത്ത് നിന്നാണ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയത്. ടൗൺ പോലീസ് സ്റ്റേഷനിൽ ഉടനെ എത്തിക്കും. ഗോവിന്ദച്ചാമിയുടെ രൂപസാദൃശ്യമുള്ള ആളെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ചായ കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് ഒരു സംശയമുണ്ട്, അത് ഗോവിന്ദച്ചാമിയാണെന്ന്. ഞാൻ പറഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേ വന്നു. പിന്നെ നമ്മുടെ ഇതിന്റെ കോംപ്ലക്സിന്റെ മുമ്പിലെത്തിയപ്പോൾ ഇയാൾ ഒരു ഇടയിലേക്ക് കയറിപ്പോയി. അപ്പൊ ഞാൻ അതിനിടയിൽ തന്നെ ചോദിച്ചു കോനാരേക്കും. അത് ചങ്ങ ഇത് കേട്ട പാടിന് ഹിന്ദിയിൽ എന്തോ പറഞ്ഞിട്ട് ഇടയിലേക്ക് പോയി പിന്നെ മതിലും ചാടിപ്പോയി. അതിനിടയിൽ ഞാൻ കൂക്കി വിളിക്കുന്നുണ്ട് ഗോവിന്ദച്ചാമി. അവർ പ്രായമുള്ള മനുഷ്യനെ കേട്ടിട്ടു. പിന്നെ ആൾക്കാരെല്ലാം കൂടി അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒരു 3 മിനിറ്റിനുള്ളിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. കണ്ണൂരിലെ DCC ഓഫീസ് പരിസരത്ത് നിന്നും ഗോവിന്ദച്ചാമിയുടെ സാദൃശ്യമുള്ള ഒരാളെ കണ്ടുവെന്ന് പരിസരവാസികൾ പറഞ്ഞിരുന്നു. അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അല്ല, എനിക്ക് മറ്റേ കേസിൽ പ്രതികളുണ്ട്, സൗമ്യ കേസില് അന്നേരം കണ്ട് ഉണ്ട്, ഓർമ്മയുണ്ട്. വലത് കൈയില്ല എന്നുള്ള കൈ ഇങ്ങനെ ഇതാകില്ല, കൈ ഒളിപ്പിച്ചു വെച്ചിരിക്കണം. എവിടുന്ന് ആദ്യം കണ്ടത്? അങ്ങനെ ഓടി വരുന്നത്. അപ്പൊ എന്താ വസ്ത്രം എന്തായിരുന്നു? പാന്റും ഒരു കാപ്പി കവറുണ്ട് കൈമില്. ഒരു വെള്ളയിൽ ചെറിയ കള്ളി, ഒരു വെള്ളയിൽ ചെറിയ കള്ളിയാണോ? അല്ല, ഓട്ടോ ഡ്രൈവർ അറിയിച്ചുകൊണ്ട് നമ്മളെ നമുക്കൊന്നും ചെയ്യാൻ കിട്ടിയ അവസ്ഥയായി. തുള്ളി ഓടി. പേരെന്താ? എന്റെ രാജിയെ ഞാൻ തല്ലി വെച്ചു, മേലെ കല്ലിട്ടു. എത്ര മണിയോടെ കണ്ടത്? ജയിലിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണിത്. ആളുകളെ കണ്ടപ്പോൾ മതിൽ ചാടി ഓടിയെന്ന് പറയുന്നു. കള്ളി ഷർട്ടാണ് ആ സമയം ഗോവിന്ദച്ചാമി ധരിച്ചതെന്നും തലയിൽ തുണി ചുറ്റിയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കറുത്ത പാന്റും വെള്ളിയിൽ ലൈനുള്ള ഷർട്ടും ധരിച്ചയാളെ കണ്ടു എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്. ഇന്ന് രാവിലെയാണ് അതീവ സുരക്ഷാ മേഖലയായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത്. ജയിൽ ചാട്ടത്തിന് പുറമേ നിന്ന് സഹായം ലഭിച്ചതായി പോലീസ് കരുതുന്നു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.